നമുക്ക് അബ്സ്ട്രാക്ട് ഓൾജിബ്രയിൽ നിന്നുള്ള കുറച്ച് പ്രോബ്ലംസ് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. 100 ഈസ് കോൺഗ്രുവന്റ് ടു എക്സ് മോഡ് 7. 100 ഈസ്, കാണുന്നുണ്ടോ? സ്ക്രീൻ കാണുന്നുണ്ടോ? വലുതാക്കണോ? ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. 100 ഈസ് കോൺഗ്രുവന്റ് ടു എക്സ് മോഡ് 7. Then the least positive value of x is. ഞാൻ ചോദിക്കട്ടെ, a is congruent to b mod m. a is congruent to b mod m. അങ്ങനെയാണെങ്കിൽ ബിയുടെ വാല്യൂന് ഒരുപാട് വാല്യൂസ് ഉണ്ടാവും. നമ്മൾ സാധാരണ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത് എമ്മിൻ്റെ താഴെയുള്ള വാല്യൂസിനെയാണ് നമ്മളെ ബിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്തത്. എ ഈസ് കോൺഗ്രുവന്റ് ടു ബി മോഡ് എം എന്ന് പറയുമ്പോൾ എമ്മിൻ്റെ താഴെയുള്ള എലമെന്റ്സ് ആവുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ബിയെ കൺസിഡർ ചെയ്യേണ്ടത്. ഇവിടെ നോക്ക്, 100 ഈസ് കോൺഗ്രുവന്റ് ടു എക്സ് മോഡ് 7. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളോട് എന്ത് കാണാൻ പറഞ്ഞത്, ലീസ്റ്റ് പോസിറ്റീവ് വാല്യൂ ഓഫ് എക്സ്. ലീസ്റ്റ് പോസിറ്റീവ് വാല്യൂ ഓഫ് എക്സ് സച്ച് ദാറ്റ് 100 ഈസ് കോൺഗ്രുവന്റ് ടു എക്സ് മോഡ് 7. അതിന്റെ ലീസ്റ്റ് പോസിറ്റീവ് നമ്പറാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കാണേണ്ടത്. ഇത് ഏതായിരിക്കും? 100 ഈസ് കോൺഗ്രുവന്റ് ടു എക്സ് മോഡ് 7. 100 ഈസ് കോൺഗ്രുവന്റ് ടു എക്സ് മോഡ് 7, അതായത് 100ൽ നിന്ന് എന്ത് സബ്ട്രാക്ട് ചെയ്യണം, എക്സ് സബ്ട്രാക്ട് ചെയ്തിട്ട് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം, 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇൻറ്റിജർ കിട്ടണം. 100ൽ നിന്ന് എക്സ് സബ്ട്രാക്ട് ചെയ്തിട്ട് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എ ഈസ് കോൺഗ്രുവന്റ് ടു ബി മോഡ് എന്ന് പറഞ്ഞാൽ എ മൈനസ് ബി ഡിവൈഡ് ബൈ എം എന്തായിരിക്കണം, ഇൻറ്റിജർ ആയിരിക്കണം. ഈ പ്രോപ്പർട്ടിയിലെ ഏറ്റവും സ്മോളസ്റ്റ് ഇൻറ്റിജർ എന്തായിരിക്കും? 2. ഇങ്ങനെ ആലോചിച്ചാൽ മതി, 100 മൈനസ് എക്സ് എന്താ ചെയ്യാൽ മതി, 7ന്റെ മൾട്ടിപ്ലൈ ആയാൽ മതി. മൾട്ടിപ്ലോ 7 ആണോ? 100 മൈനസ് എക്സ് 7ന്റെ മൾട്ടിപ്ലൈ ആണോ? 7ന്റെ മൾട്ടിപ്പിൾ 100 മൈനസ് എക്സ് 7ന്റെ മൾട്ടിപ്പിൾ ആവണോ എന്നുണ്ടെങ്കിൽ നോക്ക്, 70 7ന്റെ മൾട്ടിപ്പിൾ ആണ്. പിന്നെ അടുത്ത 7ന്റെ മൾട്ടിപ്പിൾ 35, 5 35, 10 70. അപ്പൊ 7 പ്ലസ് 35 105 7ന്റെ മൾട്ടിപ്പിളാണ്. 105 എന്താണ്, 7ന്റെ മൾട്ടിപ്പിൾ ആണ്. ഇനി 100ൽ നിന്ന്, ഇനി 105ന് തൊട്ട് താഴെതായിരിക്കും മൾട്ടിപ്പിൾ, അടുത്ത മൾട്ടിപ്പിൾ 98 ആയിരിക്കും. 98 ആയിരിക്കും തൊട്ട് താഴെയുള്ള മൾട്ടിപ്പിൾ. അപ്പോൾ 100 മൈനസ് എക്സ് 7ന്റെ മൾട്ടിപ്പിൾ ആവുന്ന ഏറ്റവും വലിയ ചെറിയ ഇൻറ്റിജർ 2 ആയിരിക്കും. കാരണം 100 മൈനസ് 2 എന്തായി മാറും, 98 ആയി മാറും. 98 എന്തിന്റെ മൾട്ടിപ്പിൾ, 7ന്റെ മൾട്ടിപ്പിൾ. ഫോർ ദ വാല്യൂ ഓഫ് എക്സ് ഈസ് 2. ഓക്കെ, വിചാരിക്കണം. ഇത് ഞാൻ ചോദിക്കട്ടെ. വിത്ത് റെസ്പെക്ട് ടു ദ മൾട്ടിപ്ലിക്കേഷൻ ദ സെറ്റ് 0 1 -1 ഡസ് നോട്ട് ഫോം എ ഗ്രൂപ്പ് സിൻസ് ഇറ്റ് ഫെയിൽസ് ടു സാറ്റിസ്ഫൈ. ഇത് ഗ്രൂപ്പ് അല്ല എന്ന് പറഞ്ഞത്. 0 1 -1 ഇതൊരിക്കലും ഗ്രൂപ്പ് ആവൂല എന്ന് പറഞ്ഞത്. എന്താ ഗ്രൂപ്പ് ആവാതിരിക്കാനുള്ള കാരണം? ഞാൻ ചോദിക്കട്ടെ, എന്താണ് ഓപ്പറേഷൻ? എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഓപ്പറേഷൻ ഇവിടെ എന്താണ്? മൾട്ടിപ്ലിക്കേഷനിൽ ഇത് ഗ്രൂപ്പ് അല്ല. എന്തുകൊണ്ടാണ് കാരണം? നോക്ക്, ഞാൻ പറഞ്ഞു സെറ്റ് ഓഫ് ആൾ റിയൽ നമ്പേഴ്സ്. അസോസിയേറ്റിവിറ്റി നിങ്ങൾ എവിടെയും ചെക്ക് ചെയ്യേണ്ട, എല്ലാം അസോസിയേറ്റീവ് ആയിരിക്കും. പിന്നെ ഇനി ഐഡന്റിറ്റി എലമെന്റ് ഉണ്ടോ നോക്കണം. എന്താ? മൾട്ടിപ്ലിക്കേഷൻ ആകുമ്പോൾ മിക്കവാറും ഐഡന്റിറ്റി എലമെന്റ് എന്തായിരിക്കും? 1 ആയിരിക്കും. അതുകൊണ്ട് ഇനി എന്തുകൊണ്ടാ ഇത് ഗ്രൂപ്പ് അല്ലാതിരിക്കാൻ കാരണം എന്താ? മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്താ പറഞ്ഞത്? അസോസിയേറ്റിവിറ്റി. ഗ്രൂപ്പ് ആവണമെന്നുണ്ടെങ്കിൽ അസോസിയേറ്റിവിറ്റി വേണം. രണ്ടാമത്തെ പ്രോപ്പർട്ടി ഐഡന്റിറ്റി എലമെന്റ് വേണം. മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്താണ്? എല്ലാ എലമെന്റിനും എന്ത് വേണം? ഇൻവേഴ്സ് വേണം. ഞാൻ ചോദിക്കട്ടെ, 2 എന്ന് പറയുന്ന എലമെന്റിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് മൾട്ടിപ്ലിക്കേഷനിലാണെന്നുണ്ടെങ്കിൽ 2ന്റെ ഇൻവേഴ്സ് എന്തായിരിക്കും? 2 എന്ന് പറയുന്ന എലമെന്റ് 1/2 ആയിരിക്കും. 1ന്റെ ഇൻവേഴ്സ് എന്തായിരിക്കും? 1ന്റെ ഇൻവേഴ്സ് 1 തന്നെ ആയിരിക്കും. -1ന്റെ ഇൻവേഴ്സ് എന്തായിരിക്കും? -1. 0ന്റെ ഇൻവേഴ്സ് എന്തായിരിക്കും? എന്തുകൊണ്ട് അതൊക്കെ ഇൻവേഴ്സ് ആയത്? 2ന്റെ ഇൻവേഴ്സ് 1/2 ആവാൻ കാരണം എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ആകുമ്പോൾ 2ന്റെ ഇൻവേഴ്സ് 1/2 ആവാൻ കാരണം 2 × 1/2 എന്താണ്? 1 കിട്ടുന്നത്. 1 കിട്ടണം. ഐഡന്റിറ്റി എലമെന്റ് കിട്ടണം. അപ്പൊ 0നെ ഏത് നമ്പറിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 1 കിട്ടുക? കിട്ടൂല. അപ്പൊ എന്തുകൊണ്ട് അത് ഗ്രൂപ്പ് അല്ലാത്ത? എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ്. ഓക്കെ, നാലാമത്തെ നോക്കുക. ഇത് ഇവിടെ തന്നത് മൾട്ടിപ്ലിക്കേഷനിലാണ് ഗ്രൂപ്പ് തന്നത്. എ ക്യൂബ് ഈക്വൽ ടു എ റൈസ് ടു 6. എ ക്യൂബ് ഈക്വൽ ടു എ റൈസ് ടു 6 തന്നുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്താലോ, ഇതിന്ന് എങ്ങനെ ഇതാ എ റൈസ് ടു 6 - 3 ഈക്വൽ ടു 1 എഴുതിക്കൂടെ?
എഴുതിക്കൂടെ? രണ്ട് സൈഡിലും ഞാൻ എന്ത് ചെയ്ത് എ ക്യൂബ് ഈക്വൽ ടു a⁻6. ഇനി രണ്ട് സൈഡിലും a⁻3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തുണ്ടാവുക? a⁻6 - 3 ഈക്വൽ ടു അല്ലെ a⁻6 ഡിവൈഡ് ബൈ a⁻3 ഈക്വൽ ടു 1. a⁻6 - 3 ഈക്വൽ ടു 1. a⁻3 ഈക്വൽ ടു 1. അപ്പൊ എന്താ ഗ്രൂപ്പിന്റെ എലമെന്റിന്റെ ഓർഡർ എന്താ പറഞ്ഞത്? ഗിവൺ ഇൻ എ ഗ്രൂപ്പ് ജി എ ക്യൂബ് ഈക്വൽ ടു a⁻6 ഏതെടുത്ത് കഴിഞ്ഞാലും ദ ഓർഡർ ഓഫ് എ ഈസ് എന്തായിരിക്കും? അപ്പോ ഓർഡർ ഓഫ് എൻ എലമെന്റ് എന്ന് പറഞ്ഞാൽ ഓർഡർ ഓഫ് എൻ എലമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഓർഡർ ഓഫ് എൻ എലമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? a⁻n ഈക്വൽ ടു ഐഡന്റിറ്റി എലമെന്റ് ആവുന്ന ഏറ്റവും ലീസ്റ്റ് ഇന്റിജർ എന്നിനെ പറയുന്ന പേരാണെന്ത്? ഓർഡർ ഓഫ് എൻ എലമെന്റ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് എന്ത് കിട്ടി? a⁻3 ഈക്വൽ ടു 1 കിട്ടി. ഓർഡർ ഓഫ് എ ഈസ് 3. ഓക്കെ, നാലാമത്തത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഞാൻ പറയുന്ന സമയത്ത് ഞാൻ പഠിപ്പിച്ചില്ല. ഒരു തിയറാണിത്. തിയർ എന്താണ് അറിയാം? തിയറം അബീലിയൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? സപ്പോസ് ദാറ്റ് ജി ഈസ് എ ഗ്രൂപ്പ്, വെൻ വി ക്യാൻ സേ ദാറ്റ് ദ ഗ്രൂപ്പ് ജി ഈസ് അബീലിയൻ. ജി സ്റ്റാർ എന്ന് പറയുന്നത് ഗ്രൂപ്പ് അബീലിയൻ ഗ്രൂപ്പ് ആവണമെന്നുണ്ടെങ്കിൽ ജിയിലുള്ള ഏത് രണ്ട് എലമെന്റ് എ സ്റ്റാർ ബി എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കണം? ബി സ്റ്റാർ എ ആയിരിക്കണം. എ സ്റ്റാർ ബി ഈക്വൽ ടു ബി സ്റ്റാർ എ ആണെന്നുണ്ടെങ്കിൽ ജി എന്ന് പറയുന്ന ഗ്രൂപ്പ് എന്തായിരിക്കും? അബീലിയൻ ഗ്രൂപ്പ് ആയിരിക്കും. ഓക്കെ, എ സ്റ്റാർ ബി ഈക്വൽ ടു ബി സ്റ്റാർ എ ആവുകയാണെന്നുണ്ടെങ്കിൽ ജി എന്ന് പറയുന്ന ഗ്രൂപ്പ് എന്തായിരിക്കും? അബീലിയൻ ഗ്രൂപ്പ് ആയിരിക്കും. ഇനി തിയർ എന്താ പറഞ്ഞാലോ? ജി ഈസ് അബീലിയൻ. രണ്ട് തിയർ ഞാൻ പറയണ്ടേ. ഇത് ജസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുള്ളൂ, അല്ലാതെ ഈ പ്രോബ്ലം ഒന്നും ചോദിക്കൂല. തിയറത്തിന്റെ ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റ് മാത്രമേ ചോദിക്കുള്ളൂ. എ ഈസ് അബീലിയൻ if and only if a plus b whole square equal to അല്ലെങ്കിൽ a star b whole square equal to a square star b square. എന്താ പറഞ്ഞത്? ഒന്നും കൂടെ ഉണ്ട്. തിയറം നമ്പർ 1. തിയറം നമ്പർ 2. ജി every element in G has ഒന്നുകൂടെ പറയട്ടെ. ലെറ്റ് ജി ബി എ ഗ്രൂപ്പ്. Then inverse is same inverse of same element, inverse of any element inverse of any element is itself. Let G be a group, the inverse of any element is itself, then G is abelian. ഇത്ര പറഞ്ഞുള്ളൂ. ജി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിലുള്ള ഏതൊരു എലമെന്റ് എ എടുത്തു കഴിഞ്ഞാലും ആ എലമെന്റിന്റെ ഇൻവേഴ്സ് എന്തെന്നായിരിക്കും? ആ എലമെന്റ് തന്നെ ആയിരിക്കും. എന്താ പറഞ്ഞത്? ജിയിൽ നിന്ന് നമ്മൾ ഏതൊരു എ എടുത്തു കഴിഞ്ഞാലും ഫോർ എനി എ ബിലോങ്സ് ടു ജി, ആ എലമെന്റിന്റെ ഇൻവേഴ്സ് എന്തെന്നാണ്? എ ആണെങ്കിൽ ജി തീർച്ചയായിട്ടും എന്തായിരിക്കും പറയാം? അബീലിയൻ ഗ്രൂപ്പ് ആയിരിക്കും. എന്താ പറഞ്ഞേ? ഒരു ഗ്രൂപ്പ് എടുത്ത് ആ ഗ്രൂപ്പിലുള്ള ഏതൊരു എലമെന്റ് എടുത്തു കഴിഞ്ഞാലും ആ എലമെന്റ് അതിന്റെ ഇൻവേഴ്സിനോട് തന്നെ ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പ് എന്തായിരിക്കും? അബീലിയൻ ഗ്രൂപ്പ് ആയിരിക്കും. ക്ലിയർ ആയോ? ക്ലിയറാ? രണ്ടാമത്തെ ആദ്യത്തെ തിയർ എന്താണ്? ആദ്യത്തെ തിയർ ഇമ്പോർട്ടൻ്റ് ആണ്. എ സ്റ്റാർ ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ സ്റ്റാർ ബി സ്ക്വയർ ആണെങ്കിൽ ജി എന്ന് പറയുന്ന ഗ്രൂപ്പ് എന്തായിരിക്കും? അബീലിയൻ ഗ്രൂപ്പ് ആയിരിക്കും. ഈഫ് ആൻഡ് ഓൺലി ഇഫ് തിയർ ആണ്. എന്താണ് പറഞ്ഞത്? എ സ്റ്റാർ ബി ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ സ്റ്റാർ ബി സ്ക്വയർ. ഈ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യാണ് ഈഫ് ആൻഡ് ഓൺലി ഇഫ് ജി ഈസ് അബീലിയൻ. അപ്പൊ ഈ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ ജി അബീലിയൻ ആയിരിക്കും. ജി അബീലിയൻ ആണെങ്കിൽ ഈ പ്രോപ്പർട്ടി ഉണ്ടാവും. മറക്കല്ല തിയറം. എ സ്റ്റാർ ബി ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ സ്റ്റാർ ബി സ്ക്വയർ ഈഫ് ആൻഡ് ഓൺലി ഇഫ് ജി ഈസ് അബീലിയൻ. ഈ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ ജി അബീലിയൻ ആയിരിക്കും. ജി അബീലിയൻ ആണെങ്കിൽ ഈ പ്രോപ്പർട്ടി ഉണ്ടാവും. ഇനി ഇതിലേക്ക് തന്നെ വാ.
ഫോർത്ത് എന്തായിരിക്കും അപ്പം? ഫോർത്തിന്റെ ആൻസർ എന്തായിരിക്കും? ജസ്റ്റ് സ്റ്റേറ്റ്മെന്റ് മാത്രം. എന്താണ്? എന്തായിരിക്കും? എ ആയിരിക്കും അല്ലേ? G star is an abelian group. Then for any abelian group ആണെന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടി ഉണ്ടാവും, abelian ഗ്രൂപ്പ് ആണെങ്കിൽ ഈ പ്രോപ്പർട്ടി ഉണ്ടാവും, ഈ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ എന്തായിരിക്കും? abelian ഗ്രൂപ്പ് ആയിരിക്കും. അഞ്ചാമത്തെ എന്താ? എല്ലാവരും പറയും. അഞ്ചാമത്തെ എന്താ? Which of the following is not a subgroup of C plus? Complex numbers with addition സബ് ഗ്രൂപ്പ് അല്ലേ? എല്ലാവർക്കും അറിയല്ലോ.